ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഡിസംബർ 3 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാളാണ്. പാരീസ് സർവകലാശാലയിലെ തത്വശാസ്ത്ര അധ്യാപകൻ, പ്രൗഢിയും കുലീനത്വവും നിറഞ്ഞ യുവാവ്. കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു കേട്ടോ. ഒരു ചോദ്യം അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം: ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്ത് പ്രയോജനം? ആ ഫ്രാൻസിസ് സേവ്യർ 6 മാസത്തിന് ശേഷം ഇതാ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയോട് ചേർന്ന് ഒരു സഭ ആരംഭിക്കുകയായി. ഭാരതത്തിലേക്ക് വന്നു. തിരുവിതാംകൂർ ആക്രമിക്കാൻ വന്ന സൈന്യത്തെ വിശുദ്ധ കുരിശുയർത്തി അദ്ദേഹം തുരത്തി ഓടിച്ചു. സാധാരണക്കാരന്റെ ഭക്ഷണം പലപ്പോഴും മലർപ്പൊടിയും കഞ്ഞിവെള്ളവും കുടിച്ചു. ആത്മാക്കളെ തരിക എന്ന ദീനരോധനവുമായി അദ്ദേഹം അലഞ്ഞു. 1552 ഡിസംബർ 2 ഈശോ എന്ന തിരുനാമം ഉച്ചരിച്ചുകൊണ്ടാണ് ആ പാവനാത്മാവ് സ്വർഗത്തിലേക്ക് പറന്നുയർന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും വലിയ ദൈവഭക്തിയിൽ മുന്നേറുന്നതായാൽ ഇതുപോലെ നമുക്ക് പറന്നുയരാം. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ വസതി സ്വർഗത്തിലാണെന്ന് ഓർക്കുക. ദൈവത്തിന്റെ കൃപ എല്ലാവരിലും നിറയട്ടെ. ആ മാർവിൽ നമുക്ക് ആശ്വാസം തേടാം. കൃപ നിറഞ്ഞ ആ അനുഗ്രഹം സ്വന്തമാക്കാം. ആമേൻ.